ഇത് ഇളകുണ്ട്, എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇളകണുണ്ടോ? അവ ഊരി എടുത്തിട്ട് മാറ്റുന്ന ടൈപ്പ് ആയിരിക്കും അല്ലേ? ഇത് സംഭവം ഇളകിക്കുന്ന സംഗതി. ഇതെന്താ ബോർഡുകൾ കാണിക്കല്ലേ? ഹൈവേഡ് അല്ലേ കേട്ടോ. അതായത് പണ്ട് ഇതേപോലെ അന്നത്തെ ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത്, കണ്ടോ? ആ ബസ് സ്റ്റോപ്പാണ് ആളുകൾ ഇരിക്കാനൊക്കെ ഉപയോഗിച്ചത്. ഇപ്പൊ ആളുകൾക്ക് ചാരി നിൽക്കുക, ഒന്നുകിൽ ഇത് അങ്ങനെ ചാരി നിൽക്കാം, പാടില്ല, ഇങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് നിൽക്കാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ ശബ്ദം കേൾക്കട്ടോ, പോലീസ്. അപ്പോ അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വേറെ? പോലീസിന് ചിരിച്ചുകൊണ്ട് പോവാം. അപ്പോ ഇതിങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഇരിക്കാം. കാലം പുറത്തേക്ക് കൂടെ, ഒരു കാലം പുറത്തേക്ക് ഇട്. മോളിൽ കയറിയിരിക്കാം, തൂങ്ങിക്കിടക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാനല്ലേ ഇപ്പൊ ഇതോട് പറ്റുള്ളൂ. സത്യത്തിലൊരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനം ഇവിടെ പറ്റുമായിട്ട് തന്നെ ഇവിടെ എടുത്തു കൊണ്ടിരിക്കണം. അത് കുറച്ച് സ്ട്രോങ് ഒക്കെയാണ് അല്ലേ? സ്ട്രോങ് ആണ്, പക്ഷെ കാര്യമില്ല. എന്താ സംഗതി സ്ട്രോങ് ഒക്കെയാണ്, പക്ഷേ ഉദ്ദേശിച്ച യാതൊരു ഗുണവും അതുകൊണ്ടില്ല. മഴ കൊള്ളാതെ ചുമ്മാ നിൽക്കാമെന്ന് മാത്രം. ഈ ഒരു ഹൈവേയിൽ, ഇത് മൂന്നാർ ഹൈവേ ആണ് കേട്ടോ. മൂന്നാറിൽ ധനുഷ്കോടി ഹൈവേ ആണിത്, ധനുഷ്കോടി വരെ പോകുന്ന ഹൈവേ. അപ്പോൾ സംഗതി മഴ കൊള്ളാതെ നിൽക്കാമെന്നല്ലാതെ എവിടെ ഇരിക്കാനോ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ കൂടുതൽ സമയം ഒരു ബസ്സിൻ്റെ സമയത്ത് ആ ബസ് വന്നില്ലെങ്കിൽ അല്പസമയം കൂടെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, പ്രധാനമായും ഇവിടെ ഈ ഒരു തേയിലത്തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധുക്കളായ ആളുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു കൾച്ചർ പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള രീതികളാണ് ഇത്തരത്തിൽ ഈ നാഷണൽ ഹൈവേ അധികൃതർ പിന്തുടർന്ന് പോരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലും എന്താ പറയുക, ഇതിലും വൾഗറായിട്ടുള്ള രൂപത്തിൽ നമുക്ക് മണ്ണാർക്കാട് ഭാഗത്തൊക്കെ, പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തൊക്കെ ഇതേപോലെ ഹൈവേയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു രൂപം കാണാൻ പറ്റും. വെറും ഒരു പൈപ്പ് മാത്രം. ആ പൈപ്പിൽ ഇരിക്കാൻ പറ്റില്ല, ചാരി നിൽക്കാനോ പോലും പറ്റില്ല. ഇതിൽ ജസ്റ്റ് ഇത്രയും വെയിറ്റും കപ്പാസിറ്റിയൊക്കെ ഉള്ള രൂപത്തിലാണെങ്കിൽ പോലും. ഇപ്പോൾ പഴയ ആ ഒരു സംഭവം കണ്ടോ, ഇതിൻ്റെ പിറകിലുള്ള ഒരു പഴയ ബസ് വെയിറ്റിംഗ് ഷെഡ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് സുഖസുന്ദരമായിട്ട് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ രണ്ട് കമ്പികൾ വളച്ചത് മാത്രം തറയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എന്താ അവസ്ഥ, ആരോട് പറയും? ഈ ഒരു ഹൈവേയിൽ ഉള്ള മുഴുവൻ ബസ് വെയിറ്റിംഗ് ഷെഡുകളും ഇത് തന്നെയാണ് അവസ്ഥ. ഇതേ മറ്റൊന്നിൻ്റെ കോലം നോക്കൂ. അപ്പോൾ നേരം സന്ധ്യയായി.